ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ജെയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള പ്രസാദ് സാറാണ്. സാറേ, ജെഇ ഫസ്റ്റ് ഫേസ് എക്സാം ജനുവരി വരാൻ പോവാണല്ലോ. നമ്മുടെ കുട്ടികൾ ആൽഫയിലെയും ജീനിയസ് സ്കൂളിലെയും കുട്ടികളെല്ലാവരും അതിനെ റെഡി ആയി കഴിഞ്ഞോ? യെസ്, നമ്മുടെ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ റിപ്പീറ്ററിലെ കുട്ടികളാണെങ്കിലും ഫസ്റ്റ് ഫേസ് റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇനിയിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് വന്ന് 26-ാം തീയതി മുതൽ ജനുവരി മാസം 10-ാം തീയതി വരെ അവർ സെക്കൻഡ് റൗണ്ട് റിവിഷനിലേക്ക് കടക്കുകയാണ്. ഈ ഒരു 15 ദിവസം കൊണ്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സിൽ എല്ലാ ടോപ്പിക്കുകളും ഒരു തവണ കൂടി കുട്ടികൾക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മെറ്റീരിയലോട് കൂടിയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ജനുവരി 10-ാം തീയതിക്ക് ശേഷം കുട്ടികൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ 10 ദിവസം കുട്ടികൾ ഇനി ഫുൾ മോഡൽ എക്സാമിലേക്ക് കടക്കുകയാണ്. ഈ ഫുൾ മോഡൽ എക്സാം നമ്മൾ 2 രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ മൊഡ്യൂൾ വൈസ് ഒരു 4 എക്സാമും ബാക്കിയുള്ള 5 ദിവസം ഫുൾ മോഡൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആൽഫ ജീനിയസിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന കുട്ടികളല്ലാതെ തന്നെ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളൊരു സൗകര്യം ഒരുക്കുകയാണ്. ആർക്കെങ്കിലും നമ്മൾ ഇതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ജെഇ മോഡൽ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. അതെ, അപ്പോൾ ഇത് കാണുന്ന കുട്ടികളോ രക്ഷിതാക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽഫ ജീനിയസ് ക്യാമ്പസിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ട് അതിന് ഒരു ജെഇയുടെ മുന്നേ എങ്ങനെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാം എഴുതാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നേടാൻ നമ്മളെ സമീപിക്കുക. നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയലും അതുപോലെ മാക്സിമം ഒരു 10ഓളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും നമ്മൾ ചെയ്തു തരുന്നതാണ്. അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാം. താഴെ കാണുന്ന നമ്പർ നിങ്ങൾ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിദഗ്ധ ടീം നിങ്ങൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ടീമാണ് ഇന്ന് ആൽഫയുടെ കൂടെ ഉള്ളത്. ആൽഫയുടെ കൂടെ ഉള്ളത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. ആൽഫ 2.0യിലേക്ക് പോവുകയാണ്. എന്താണ് ആൽഫ 2.0? ഇന്ന് ലോകോത്തര നിലവാരമുള്ള മികച്ച ഒരു വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമിലേക്ക് ആൽഫ കാലെടുത്ത് വയ്ക്കുകയാണ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച അധ്യാപകരും അതിലൂടെയുള്ള മികച്ച ടെക്നോളജി സമന്വയിപ്പിച്ചുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്കായി തരാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു കുട്ടികളായിക്കോട്ടെ, ഇപ്പോൾ നീറ്റ് എക്സാം ആയിക്കോട്ടെ, ജെഇ ആയിക്കോട്ടെ, മോക്ക് ടെസ്റ്റാണ് കുട്ടികളുടെ മുന്നിലുള്ള പ്രശ്നം. ക്ലാസ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു എക്സാമിനെ എങ്ങനെ സമീപിക്കണമെന്നോ എക്സാം എങ്ങനെ സമയബന്ധമായി ചെയ്തു തീർക്കണമെന്നോ പലർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ ആൽഫ ജീനിയസ് ടീം, പ്രത്യേകിച്ച് നമ്മുടെ ഹോണറബിൾ ചെയർമാൻ ഉള്ള നമ്മുടെ ഒരു വിദഗ്ധ ടീം നമുക്ക് വേണ്ടി ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു എക്സാമിനെ എങ്ങനെ സമീപിക്കണം എന്ന് മുതൽക്ക് ആ കുട്ടിയെ ടോപ്പ് റാങ്കിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പല കുട്ടികൾക്കും ക്ലാസ്സിൽ ടോപ്പറായിരിക്കും, പക്ഷേ എക്സാമിൽ എന്തായിരിക്കും കണ്ടെത്തറിയിൽ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ പ്രശ്നം കുട്ടി പഠിക്കുന്ന രീതിയുടെ പ്രശ്നമാണ്, കുട്ടിക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ ഒരിക്കലും ഒരു കുട്ടി നമുക്ക് ജഡ്ജ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഒരു എക്സാം എങ്ങനെ എഴുതി ആ കുട്ടി നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുള്ളത് കൃത്യമായി എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ സാറേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ആൽഫയുടെ കുട്ടികളോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ ഒരു അവസരം നമ്മൾ ഒരുക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്ത് നിങ്ങളെ സീറ്റ് ഉറപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആൾറെഡി എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിനോടൊപ്പം തന്നെ മികച്ച കുട്ടികളോടൊപ്പം തന്നെ നിങ്ങൾക്കും എന്ത് ചെയ്യുക, ജെഇ ഫസ്റ്റ് ഫേസിന് മികച്ച രീതിയിൽ ഒരുങ്ങുക. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ഭാഗമാവും. ഓക്കെ, ആൾ ദ ബെസ്റ്റ്.